ഓം നമോ ഭഗവതോ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇത് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ കുടിയിരിക്കുന്ന ശ്രീകോവിലാണ്. എന്റെ പ്രിയ ഗുരുനാഥൻ വസൂരി സ്വാമിയും കല്ലടിക്കോടിന്റെ മഹാപുണ്യമായ വേലായുധൻ സ്വാമിയെയും കുടിവെച്ച് ആരാധിക്കുന്ന ക്ഷേത്ര സന്നിധാനമാണ്. എന്റെ പ്രിയ ഗുരുനാഥൻ വസൂരി സ്വാമിയിലൂടെയാണ് ഞാൻ മന്ത്രവാദം മാന്ത്രികം എന്താണെന്നറിഞ്ഞതും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ആഴത്തിലറിയാനും വരുന്നവരുടെ സർവ്വദുരിതങ്ങൾ മാറ്റാനുമുള്ള സർവ്വകാര്യങ്ങൾ ഗ്രഹിച്ചതൊക്കെ പ്രിയ ഗുരുനാഥൻ വസൂരി സ്വാമിയുടെ അടുത്തുനിന്നാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഇതാണ് എന്റെ ജീവിത മാർഗമെന്നും ഇതിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ, ഈ ജന്മം ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ടുവരുന്ന ഭക്തരുടെ ദുരിതം മാറ്റാൻ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ അതിലേക്ക് കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ, ഗുരുനാഥൻ വസൂരി സ്വാമി, പ്രിയപ്പെട്ട ഗുരുനാഥൻ കല്ലടിക്കോട്ട് വേലായുധൻ സ്വാമി, ഇവിടെയൊക്കെ നിറസാന്നിധ്യം കൂടിയിരിക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് ഗുരുനാഥന്മാരെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ചാൽ എന്തു തന്നെയായാലും അതിന് പൂർണ്ണമായ ഫലമുണ്ടാവും, അനുഗ്രഹമുണ്ടാവും. എല്ലാവരെയും ഗുരുനാഥന്മാരുടെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഞാൻ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വരണം, ഇവിടെ വന്ന് ഒരു മാത്രമെങ്കിലും അമ്മയുടെ സ്നേഹങ്ങൾ അറിയണം, ഒരു മാത്രമെങ്കിലും ഗുരുനാഥന്മാരുടെ വാത്സല്യങ്ങൾ അറിയണം. ഒരു മാതാവിന്റെ വാത്സല്യവും ഒരു പിതാവിന്റെ വാത്സല്യവും ഇതെല്ലാം അനുഭവിച്ചറിയാൻ ഈ ക്ഷേത്ര സന്നിധിയിലെ ഈ മൂർത്തികളുടെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് കണ്ണു നിറഞ്ഞൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. എന്തു തന്നെയായാലും അതിന് ഫലമുണ്ടാവും, അനുഭവം ഉണ്ടാവും. അത് നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടും. എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് സ്നേഹം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇത് കരിനേലിക്കാവിലെ മറ്റൊരു പ്രധാന ഉപാസനാദേവതയായ കരിങ്കുട്ടിച്ചാത്തൻ കുടിയിരിക്കുന്ന സന്നിധാനം. കല്ലടിക്കോട്ട് കരിനീലി ഭഗവതിയുടെയും കൊലവന്നായാടി തമ്പുരാന്റെയും പ്രഥമ പുത്രനായ കരിങ്കുട്ടിച്ചാത്തൻ മറ്റു ദേവതകളെ അപേക്ഷിച്ച് കരിങ്കുട്ടിച്ചാത്തന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നുവെച്ചാൽ കരിങ്കുട്ടിച്ചാത്തനെ നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ച് ആ കരിങ്കുട്ടിച്ചാത്തന്റെ പൂർണ്ണമായ 3 മണ്ഡലം പൂർണ്ണമായ മൃഗത്തോടുകൂടി കരിങ്കുട്ടിച്ചാത്തന്റെ മന്ത്രജപങ്ങൾ സ്വീകരിച്ചാൽ കൂടെ വന്നാൽ ഭക്തന്റെ മരണം വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരു മൂർത്തി സങ്കല്പമാണ് കരിങ്കുട്ടിച്ചാത്തൻ. ഒരുപാട് നിർണായകമായ ഘട്ടത്തിൽ പല മൂർത്തികളും കൈവിട്ടു പോകുമെങ്കിലും എന്നും ഒരു ഭക്തന്റെ മരണം വരെ കൂടെ നിന്നും അവന്റെ സർവ്വകാര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിവർത്തി വരുത്തി തരുന്ന ഇഷ്ടദേവനാണ് കല്ലടിക്കോട്ട് മലയിൽ കൂടിയിരിക്കുന്ന കരിനീലി ഭഗവതിയുടെ ആദ്യത്തെ പുത്രനായ കരിങ്കുട്ടിച്ചാത്തൻ. പ്രധാനമായി ഇവിടെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ആഭിചാരദോഷങ്ങൾ, കൈവശ പാടാദോഷങ്ങൾ, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, അങ്ങനെയുള്ള സർവ്വദുരിതങ്ങൾക്കും ഇവിടെയും പരിഹാരമുണ്ട്. ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ എല്ലാം പൂർണ്ണമായി പറയാൻ നിവൃത്തിയില്ല. നിഗൂഢമായി നടക്കുന്ന അനവധി കർമ്മങ്ങളുണ്ട്, രഹസ്യ സ്വഭാവത്തിലുള്ള അനവധി കർമ്മങ്ങളുണ്ട്, വ്യത്യസ്തമായ അനവധി പൂജാരീതികളുണ്ട്. ഇതൊക്കെ നിഗൂഢമായ ഈ പൂജാരീതികളൊക്കെ എന്റെ ഗുരുപരമ്പരയിലൂടെ പകർന്നു കിട്ടിയ പല പൂജാരീതികളും നമുക്ക് പുറത്തു പറയാൻ നിർവാഹമില്ല. അതുകൊണ്ട് പലതും ഇവിടെ വന്ന് അനുഭവിച്ചു തന്നെ അറിയണം. ഇവിടെ വന്ന് ഈ സർവ്വദുരിതങ്ങളും മാറ്റാൻ മലബാരത്തിന്റെ പൊന്നാര കരിങ്കുട്ടിയുടെ തിരുസന്നിധിയിലേക്ക് ഞാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് കരിനീലിക്കാവിലെ ശ്രീമൂലസ്ഥാനം. ഇവിടെയാണ് ആദ്യമായി കല്ലടിക്കോട്ട് കരിനീലി ഭഗവതിയെ കുടിവെച്ച് ആരാധിച്ച സന്നിധാനം. ഇവിടെയാണ് കരിങ്കുട്ടിച്ചാത്തനെ കുടിവെച്ച് ആരാധിച്ച സന്നിധാനം. ഇവിടെയാണ് 4448 മന്ത്രമാരണ മൂർത്തികളും 60,000 പേടിപ്പിശാചിക്കന്മാരും നിരവധി മൂർത്തികളുടെയും സാന്നിധ്യമുള്ള ക്ഷേത്രത്തിലെ പ്രധാന സന്നിധാനമാണ് കരിനീലിക്കാവിലെ ശ്രീമൂലസ്ഥാനം. ഇവിടെ ഈ ശ്രീമൂലസ്ഥാനത്തിന്റെ അധിപതിയായി കരിനീലി ഭഗവതിയുടെ കരം പിടിച്ച കൊലവന്നായാടി തമ്പുരാനാണ് ഇവിടുത്തെ പ്രധാന ദേവത. അതുകൂടാതെ മറ്റു നിരവധി മൂർത്തികൾ, ഉലമൂക്കൻ ചാത്തൻ, ഗുളികൻ മൂർത്തി, സർവ്വരോഗദുരിതങ്ങളും മാറ്റുന്ന അഗ്നിബന്ധനച്ചാത്തൻ, ഇവിടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലമാണിത്. ഈ കരിനീലിക്കാവിലേക്ക് ആദ്യമായി കല്ലടിക്കോട്ട് മലബാരം കടന്ന് പൊന്നമ്മ കടന്നു വന്ന് കുടിയിരുന്ന ഇവിടുത്തെ ശ്രീമൂലസ്ഥാനം. ഇവിടെ നിന്നാണ് മാന്ത്രികത്തിന്റെ ബാലപാഠങ്ങളും ആദ്യമായി മാന്ത്രിക കർമ്മങ്ങളിലേക്കും ഞാൻ കടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്നാണ്, ഈ ക്ഷേത്ര സന്നിധിയിലിരുന്നാണ് ഞാൻ ആദ്യമായി കർമ്മങ്ങളിലേക്ക് കടന്നത്. ഇവിടെയാണ് ഒരുപാട് പേര് വന്ന് ദുരിതങ്ങൾ മാറ്റിയത്. പിന്നീടാണ് പല ദിക്കിലേക്കും ക്ഷേത്രം വിപുലീകരിച്ചതും കരിനീലിക്ക് ശ്രീകോവില്, അതുപോലെ കരിങ്കുട്ടിച്ചാത്തന് പ്രത്യേകമായ ശ്രീകോവില് പണിതതും മറ്റ് നിരവധി മൂർത്തികളെ മറ്റ് പല ഭാഗത്തേക്കും മാറ്റിയെങ്കിലും കരിനീലിക്കാവിൽ ഇന്നും പ്രധാനമായി കുടിയിരിക്കുന്നത് ശ്രീമൂലസ്ഥാനമാണ്. ഇവിടെ വന്നു തൊഴാതെ മറ്റാരെയും വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് ആദ്യം വിളിക്കണം.
കുലവന്നായാടി തമ്പുരാനെ വിളിക്കണം, മലബാര പരമ്പരകളെ വിളിക്കണം, മൺമുറഞ്ഞു പോയ ഗുരുനാഥന്മാരെ വിളിക്കണം. സർവമൂർത്തികളുടെയും സാന്നിധ്യം ഇവിടെയാണ്. ഇവിടം തൊടാതെ കർമ്മങ്ങളില്ല, ഇവിടം തൊടാതെ മറ്റൊന്നുമില്ല. ഇവിടെ തന്നെയാണ് സർവൈശ്വര്യത്തിന്റെയും മൂലസ്ഥാനം. ഇവിടെ വന്ന് വിളിച്ച് ഇവരോട് അനുവാദം ചോദിച്ചു വേണം അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്താൻ. ഞാനിവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ് വന്നത്. സങ്കടത്തിന്റെ പെരുങ്കടലിൽ കടന്നാണ് അമ്മയുടെയും മകനോട് വന്നത്. അത് മനസ്സ് തുറന്ന് കണ്ണീരോടുകൂടി പറയണം. എന്റെ സർവ്വസങ്കടങ്ങളും മാറ്റിത്തരാൻ അഭയം തേടി വന്ന അവസാന സന്നിധാനമാണ്. കൈവിടരുത്, കൂപ്പുകയോടെ കേണപേക്ഷിച്ചാണ് വന്നത്. എന്നെ കൈവിടാതെ കാത്തുരക്ഷിക്കണേ എന്റെ കൊലവന്നായാടി പൊന്നുതമ്പുരാനെ എന്ന് ചങ്കുമുട്ടി മനസ്സ് തുറന്ന് കരഞ്ഞു വിളിച്ചാൽ ക്ഷണനേരം കൊണ്ടുവരും, കൂടെ ഉണ്ടാകും, മരണം വരെ കൂടെ നിൽക്കും. നിങ്ങളുടെ ഏത് ദുരിതം മാറ്റാനും കരിനീലിക്കാവിന്റെ ഈ മലബാരമൂർത്തി സങ്കല്പങ്ങൾ കൂടെയുണ്ടാവും. കല്ലടിക്കോട്ട് മലബാരത്ത് മലയുടെ നാഥനായി ഇരുമ്പുലക്കയും പിടിച്ച് മലബാരം കാത്ത് രക്ഷിച്ചു കൊണ്ടുപോകുന്ന നായാടി തമ്പുരാനില്ലാതെ കർമ്മങ്ങളില്ല. കരിനീലി ഭഗവതി കലം പിടിച്ച് 390 ചാത്തന്മാർക്കും ജന്മം കൊടുത്ത ദേവാദിദേവൻ എന്ന സങ്കല്പമാണ്, പരമശിവ സങ്കല്പമാണ് കൊലവന്നായാടി തമ്പുരാൻ. ആ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് വരണം, സർവ്വദുരിതങ്ങളും മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ഇവിടെ വരിക. ഇവിടെ വന്ന് ആ പൂർണ്ണമായ പൂജാരീതികൾ ഇവിടേക്ക് സമർപ്പിക്കുക, മനസ്സ് നിറഞ്ഞ നിവേദ്യങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മനസ്സ് നിറഞ്ഞ് പിന്നീട് അമ്മയുടെ തിരുസന്നിധിയിൽ ചെന്ന് ഞാൻ അവിടെ വന്നിട്ടുണ്ട്, മൂലസ്ഥാനത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നായാടി തമ്പുരാനോട് എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അമ്മ അത് കൈക്കൊള്ളണം, അത് നടത്തി തരണമെന്ന് മനസ്സ് തുറന്ന് പറഞ്ഞാൽ നായാടി തമ്പുരാന്റെ ഒരു അനുമതി കിട്ടിയാൽ കരിനീലി ഭഗവതി മിഴി തുറക്കും, കണ്ണു നിറഞ്ഞമ്മ കാണും, കൂടെയുണ്ടാവും. പുത്രനെ പോലെ നെഞ്ചോട് ചേർത്ത് നിർത്തി നിങ്ങളുടെ സർവ്വദുരിതങ്ങളും അമ്മ മാറ്റിത്തരും. മൂർധാവിൽ സ്നേഹവാത്സല്യമായി സ്വപ്നത്തിലെങ്കിലും അമ്മയുടെ ഒരു ചുംബനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളെ ഈ കരിനീലിക്കാവിലെ മൂലസ്ഥാനത്തിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് കരിനീലിക്കാവിലെ മറ്റൊരു പ്രധാന മൂർത്തി സങ്കല്പം വാർത്താളി ഭഗവതി. പറയാനെങ്കിൽ ഒരുപാടുണ്ട്. എന്റെ പ്രിയ ഗുരുനാഥൻ വസൂരി സ്വാമിയുടെ പ്രധാന മൂർത്തി സങ്കല്പമാണ് വാർത്താളി ഭഗവതി. ശത്രു സംഹാരത്തിന്റെ മൂർത്തിയാണ്. അതുപോലെ ഇഷ്ടവരപ്രസാദിനിയാണ്. ഒരുപാട് കാലം പൂർണ്ണമായ വ്രതത്തോടുകൂടി ജപം ചെയ്ത് തപം ചെയ്ത് മാത്രമേ വാർത്താളി ഭഗവതിയുടെ സിദ്ധി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് വിളിച്ചാൽ അങ്ങനെ അനുഗ്രഹസാഫല്യം തരുന്നൊരു ദേവതയല്ല. വന്ന് നിരവധി പ്രാവശ്യം അമ്മയുടെ മുൻപിൽ വന്ന് വിളിക്കണം, കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പച്ചമത്സ്യവും പച്ചമാംസവും വെച്ച് നേദ്യം വെച്ച് വിളിച്ച് ഇഷ്ടനിവേദ്യം കൊടുത്ത് മനസ്സ് നിറച്ചാൽ വരും, വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരും. ഇവിടുത്തെ കരിനീലി ഭഗവതിയുടെ ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന നിരവധി ദേവതകളിൽ പ്രധാന മൂർത്തി സങ്കല്പം തന്നെയാണ് വാർത്താളി ഭഗവതി. ഒരുപാട് ഭക്തർ, അമ്മയ്ക്ക് ഒരുപാട് ഭക്തരുണ്ട്. കരിനീലി കഴിഞ്ഞാൽ ഒരുപാട് കുറവന്നായാടി അങ്ങനെ 2 മൂർത്തി 3 മൂർത്തികളെ മാത്രം ആശ്രയിച്ചു വരുന്ന ഭക്തന്മാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് ഇഷ്ടം തോന്നി വരുന്ന ഭക്തന്മാരുണ്ട്. അങ്ങനെ വാർത്താളി ഭഗവതിക്ക് നിരവധി ഭക്തന്മാരും നിരവധി ഉപാസകരുമുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ കേരളത്തിന് വെളിയിൽ നിന്നും, തമിഴ്നാട് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വാർത്താളി ഭഗവതിയുടെ ഭക്തരിവിടെ വരുന്നുണ്ട്. ഇവിടെ വന്ന് നേദ്യം വെച്ച് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ മാറ്റങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെയും പിന്നെയും വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സന്നിധാനമാണ് വാർത്താളിയുടെ. ഈ ശ്രീകോവിലിന് മുമ്പിൽ വന്ന് ഈ സന്നിധാനത്ത് വന്ന് വാർത്താളി ഭഗവതി വിളിച്ച് പ്രാർത്ഥിച്ച് നിരവധി പ്രാവശ്യം പിന്നെയും വാർത്താളി ഭഗവതിയെ കാണണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. അപ്പൊ എല്ലാവരെയും ഈ അമ്മയുടെ സ്നേഹങ്ങളും വാത്സല്യങ്ങളും ഒക്കെ അനുഭവിച്ചറിയാനും നിങ്ങളുടെ സർവ്വദുരിതങ്ങളും മാറ്റാനും വാർത്താളി ഭഗവതിയുടെ ഈ സന്നിധാനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്.